ഭയങ്കര രസം തോന്നുന്ന ഒരു നൊസ്റ്റാൾജിയ പറഞ്ഞോട്ടെ. ഉച്ചയ്ക്ക് നല്ല സ്വാദുള്ള ഒരു ഊണും അതിനുശേഷം ജയറാമേട്ടന്റെ കുറച്ച് ചിത്രങ്ങളും എങ്ങനെ ഉണ്ടാവും? നല്ല അടിപൊളിയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു റുട്ടീൻ ഒരു കാലത്ത് ടെലിവിഷനിൽ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തില് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എണ്ണം പറഞ്ഞ ഒരുപിടി ചിത്രങ്ങള് ആ ചിത്രങ്ങൾ തന്നിട്ടുള്ള ആ കാലത്തെ ഏറ്റവും മികച്ച സംവിധായകർ, അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, അങ്ങനത്തെ ഒരുപാട് ഗംഭീര കോമ്പിനേഷൻസ് മലയാളം എപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു റാഫി മെക്കാട്ടൻ എന്ന് പറയുന്ന ആ ഒരു കൂട്ടുകെട്ട്. രസകഥാനായകൻ ജയറാമിന്റെ ഈ വേദിയിലേക്ക് നമുക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യാം. സംവിധായകൻ, തിരക്കഥാകൃത്ത് ശ്രീ റാഫി. ജയറാമേട്ടന്റെ ഒരുപാട് ഹിറ്റുകൾ തിരക്കഥ എഴുതി. റാഫിക്കൊക്കെ ആദ്യം സംവിധാനം ചെയ്ത പടത്തിലെ ഹീറോ ജയറാമേട്ടൻ, പുതുക്കോട്ടയിലെ പുതുമണവാളൻ അല്ലേ? അതെ, ഗാനഭൂഷൺ സതീഷ് കൊച്ചിനും ഗിരീഷ് കൊച്ചിനും ഇത്രയും ബാക്ക് ടു ബാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞാല് എന്തോ ഒരു തമാശയാണെന്ന് അറിയാമോ പുതുക്കോട്ടയിലെ പുതുവാളിന് ഇപ്പോഴും കാണുമ്പോൾ. ഇപ്പോഴും എവിടെ ചെല്ലുമ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമോ, സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമോ എന്ന് എല്ലായിടത്തും ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട്. ഞാൻ റാഫിയെ കണ്ടിട്ടും കുറെ കാലങ്ങളായി. റാഫിയെ കാണുമ്പോൾ ഇത് ചോദിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ചോദിച്ചു കഴിഞ്ഞു, കുക്കിങ്ങും കഴിഞ്ഞു, പിന്നല്ലാതെ കുക്കിങ്ങും കിട്ടിക്കഴിഞ്ഞു. അതെ, ഞങ്ങളത് അത് ചെയ്യാൻ തീരുമാനിച്ചു. അതെ, ഒരു ചിത്രം അതുപോലെ 2 കാതികരുടെ കഥ ഒരിക്കൽ കൂടി ഞങ്ങൾ ഒരുമിച്ച്. അപ്പൊ ഇതൊരു മനോഹരമായ വേദിയായി മാറി. അതിനുവേണ്ടി ആ വരാൻ പോകുന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പൂത്തിരി കത്തിക്കാൻ പറ്റുമോ? റാഫിക്ക് അഭിനയിച്ചിട്ടുണ്ട് പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്നുള്ള ചിത്രത്തിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ഒരു പാലത്തില് ജയറാമേട്ടൻ നിൽക്കുമ്പം ഒരാൾ വന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ പോവാണോ എന്നങ്ങോട്ട് ചോദിച്ചിട്ട് ഒരാൾ അങ്ങോട്ട് സമയം ചോദിക്കും. അത് രാവിലെയും സമയം ചോദിക്കും, രാത്രി ഇയാള് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ജയറാം അവിടെ നിൽക്കുക. അപ്പോഴും സമയം ചോദിക്കും. അതല്ലേ? അതന്നെ. എത്ര നല്ല സിനിമകൾ എനിക്ക് എഴുതി തന്നിട്ടുണ്ടെന്നറിയാം. അനിയൻ ബാബ, കൺമണി, സൂപ്പർമാൻ, അഭിനയം വളരെ കംഫർട്ടായിട്ടുള്ള ചില സിനിമകൾ ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോഴും സജീവമായിട്ട് എഴുതുന്നുണ്ട്. ഇപ്പൊ ഒരു സിനിമ കഴിഞ്ഞിറങ്ങിയതുള്ളൂ, സിനിമ കഴിഞ്ഞു നിൽക്കുന്നു, സിനിമകൾ വരാൻ പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ഹീറോ ആയിട്ടുള്ള സിനിമ അദ്ദേഹം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ പലതും നടക്കുന്നുണ്ട്. അത് നാദിർ ഷാ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ, അത് റാഫിക്ക് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. റാഫിക, ഈ ഒരു സമയത്ത് നോക്കൂ, ഇപ്പൊ പറഞ്ഞ അനിയൻ ബാവ, ചേട്ടൻ ബാവ, ആദ്യത്തെ കൺമണി, അത് കഴിഞ്ഞ് എന്നാണ് നമുക്ക് ഡയറക്റ്റ് ചെയ്തേക്കാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായത്? കാരണം എഴുതിയ സിനിമകൾ ഇപ്പൊ നമ്മൾ എടുക്കുമ്പോൾ എത്ര ഹിറ്റ് സിനിമകളാണ് എഴുതിയേക്കുന്നത്. എല്ലാത്തിലും കാലത്തെ അതിജീവിക്കുന്ന, കാലം കഴിഞ്ഞ ആൾക്കാർ വൺ ലൈനറായിട്ട് പറഞ്ഞു നടക്കുന്ന ഒരുപാട് നർമ്മങ്ങളുണ്ട്. സംവിധാനം എപ്പോഴാണ് റാഫിക്ക് തോന്നിയത്? 1-2 സിനിമകളൊക്കെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ തിരക്കഥാകൃത്തുകൾ എന്നുള്ള രീതിയിൽ കുറച്ച് സംവിധാനം ചെയ്യാൻ അവസരങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ സിദ്ദിഖ് ലാലിന്റെ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഹൈപ്പ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വരുമ്പോൾ കുറെ പേര് ഞങ്ങളെ ഉപദേശിച്ചു, ഇപ്പൊ ഒന്ന് പച്ച പിടിച്ച് വന്നിട്ടേ ഉള്ളൂ, ലൈഫൊക്കെ ഒന്ന് സെറ്റിലായിട്ട് ഈ സംവിധാനത്തിലേക്ക് കയറിയാൽ പോരെ. അങ്ങനെ അത് ഉപദേശം സ്വീകരിച്ച് ഞങ്ങൾക്ക് പേടിയായി. സംവിധാനം ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ പിന്നെ തിരക്കഥയും ഇല്ല, ഉള്ള പണി ഇല്ലാണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഒരു ദിവസം ഞാനും കാരണം കിടന്ന് ഉറങ്ങാം, റൂമിൽ കിടന്നിങ്ങനെ ഉറങ്ങിയിട്ട് ഇരുട്ടത്ത് ഞാൻ ചോദിച്ചോ നമുക്കല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്താലോ, റിസ്ക് എടുത്താലോ എന്ന് വെച്ചപ്പോ ഇരുട്ടത്ത് തന്നെ മറുപടി പിന്നെന്താ. ഇരുട്ടത്താണ്. പിന്നെ ലൈറ്റൊക്കെ ഇട്ട് 2 പേരും എഴുന്നിട്ട് കൈവിട്ട് നമുക്ക് ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യാം, അത് സക്സസ് കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ ഇറങ്ങാം, അതിൽ സംശയിക്കണ്ട വിചാരിച്ചു. പിന്നെ സിദ്ദീഖിന്റെ അടുത്ത്, ലാലേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അവരും പറഞ്ഞ അതാണ്, അങ്ങനെ സംവിധാനം ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ പറഞ്ഞിട്ടാണ് അതേ വർഷം തന്നെ അനിയൻ ബാവ ചേട്ടൻ ബാവ ഇറങ്ങുന്ന അതേ വർഷം തന്നെയാണ് നമ്മൾ പുതുക്കോട്ട ചെയ്യുന്നത്. അപ്പൊ അതിലും എനിക്ക് ജയറാമിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പം നമ്മൾ പറയും താരങ്ങളെ സൃഷ്ടിക്കുന്നത് ആരാണ്? സംവിധായകരും എഴുത്തുകാരൊക്കെയാണ്. അവരുടെ തിരക്കഥകള്, സംവിധായകരുടെ സിനിമകളിലൂടെയാണ് താരങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷെ ഒരു സംവിധായകൻ ഉണ്ടാകണമെങ്കിൽ ഒരു നടന്റെ ഡേറ്റ് കിട്ടണം. ആ ഡേറ്റ് തന്നത് ജയറാമാണ്. റാഫി മെക്കാട്ടനും തമാശകളുടെ ഒരു വലിയ നിര സിനിമകൾ തന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആലോചിക്കും, ഒരാളുടെ നിവൃത്തികേട്, ആ നിവൃത്തികേട് ജനങ്ങൾക്ക് ചിരിക്കാൻ തോന്നുന്നൊരു സിനിമയായിരുന്നു വൺ മാൻ ഷോ.
അത് ഷാഫി ആദ്യമായിട്ട് അതെ അതെ സംവിധായകന്, അതും ജയറാം തന്നെയാണ് ആ കടമ്പ നടത്തിയത്. പ്രൊഫസർ ഒരു സംശയം ചോദിച്ചോട്ടെ, ശരിക്കും ജയറാമേട്ടന്റെ ഡേറ്റ് എടുത്തിട്ടാണോ സ്ക്രിപ്റ്റ് എഴുതിയത്, സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണോ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തത്? അല്ല, ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഥ ഒരു പറഞ്ഞിട്ടാണ് ത്രെഡിൽ നമുക്ക് കിട്ടും. അത് ഒരു അതായത് ഇത്രേ പറഞ്ഞുള്ളൂ, ഒരു 2 കാതികര് ഒരു ഗ്രാമത്തിൽ കഥ പറയാൻ പോകുന്നു. പക്ഷെ ഇവര് ആ നാട്ടിലെ കഥ, കാരണം പട്ടിണി കൊണ്ട് നാട്ടിൽ നിൽക്കാൻ സമയം പറ്റാത്തതുകൊണ്ട് അവരോട് പറഞ്ഞു, ഞങ്ങൾ ഏത് നാട്ടിൽ ചെന്നാലും അവിടുത്തെ കഥ എഴുതുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒന്ന് താമസിക്കണമെന്ന് പറഞ്ഞു. ഭക്ഷണവും താമസവും കിട്ടാൻ വേണ്ടിയിട്ടാ. അങ്ങനെ പറഞ്ഞാൽ അവിടുത്തെ കഥ പറയേണ്ടി വരുന്നു. അപ്പൊ സാധാരണ 2 കാതികര് വന്ന് കഥ പറയുമ്പോൾ ഇവർക്ക് ആർക്കും, കാണികൾക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത കഥയാ പറയുന്നത്. ഇവര് കഥ പറയുന്നത് അവരുടെ കഥയാ പറയുന്നത്. ഈ കാണികളുടെ കഥ അവരോട് തന്നെ പറയുക. അങ്ങനെ ഒരു ക്രൈം തെളിയുകയാണ് അതിലൂടെ. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ജയറാമേട്ടന്റെ സിനിമാ ജീവിതത്തിൽ വളരെ നിർണായകമായ പങ്ക് തന്നെ വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ റാഫി സാർ. അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഗസ്റ്റ് സീറ്റിലേക്ക്